Hello guys, I am Anjith and welcome back to my channel. In this video, I will share the Sennheiser CX180 Street 2 earphone unboxing and review. This is market popular earphone and this audio quality and build quality I will share this video. So without any lag, let's start. So out of the box, we have a case and that's it. And in this case, we have an earphone and also 2 pairs of earbuds. So totally, we have 3 pairs of earbuds. The inbuilt earbud. Then look-wise, this is grey and black gradient design and it looks good. It looks very good. And also, in the middle, we have a block connection and this earphone CX180 code and Sennheiser symbol and this pin is a right angled pin and it is more useful. Pin is right angled pin and okay, that's it. And when we see this block, this pin wire is thick wire and it's okay. But this block is wire. This divide is wire is thin wire. It's tangled. So this is irritation tangled. And also this block is break. So if you rough user it is surely use it would stay much more longer. Then we have earphones main component earphone and that is microphone. So this is the earphone demerit. So that's it. This is look wise the sound test and before that we fitting and yes, for me this is deeply comfort fit and box it's a comfort fit earphone and so in the abhiprayathalu so nalla fit and yeah, anyways namukku idinte earphone il namukku music koodi test cheyidittulla karyangal namukku nokkam. Idinte audio quality njan test cheyidu and inde oru abhiprayathalu ഞാൻ ശരിക്കും ഇംപ്രസ്ഡ് ആണ് കാരണം വളരെ നല്ലൊരു ഓഡിയോ ക്വാളിറ്റിയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ശരിക്കും ഒരു ക്രിസ്പ് ആയിട്ടുള്ള ഒരു ഓഡിയോ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. ഞാനിത് പർച്ചേസ് ചെയ്തത് 750 റുപ്പീസിനാണ്. ഇടയ്ക്കിടയ്ക്ക് ഫ്ലക്ച്വേഷൻസ് വരാറുണ്ട് ഇതിൻ്റെ പ്രൈസിന്. ഒരു 850 വരെയൊക്കെ പോയിട്ടുണ്ട് ആൻഡ് ഓൾസോ 650യുടെ താഴെ വരെ വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. സോ 1000 റുപ്പീസിന് താഴെയുള്ള ഇയർഫോൺസിൽ ദി ബെസ്റ്റ് ഓഡിയോ ഔട്ട്പുട്ട് കിട്ടണ ഇയർഫോൺ ആയിട്ട് എനിക്കിത് പറയാൻ സാധിക്കും. കാരണം ഞാൻ അതിന് മുമ്പ് യൂസ് ചെയ്ത ഇയർഫോൺ JBL's 150 SI ആണ് ആൻഡ് ഓൾസോ ഇതിന് മുമ്പ് ഞാൻ റിയൽമിയുടെ ഇയർഫോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്, ബോട്ടിൻ്റെ ഇയർഫോൺസ് യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദി ബെസ്റ്റ് ഓഡിയോ ഔട്ട്പുട്ട് റീപ്രൊഡക്ഷൻ കിട്ടുന്ന ഒരു ഇയർഫോൺ തന്നെയാണ് Sennheiser CX180 Street 2 ഞാൻ പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Sennheiser CX180 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ വേറെ ഉണ്ട്. സോ അത് കാരണമാണ് ഞാൻ Street 2 പ്രത്യേകം എടുത്ത് പറയുന്നത്. ഈ ഒരു ഇയർഫോണിൽ നമുക്ക് ബാസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. നോർമലി ഉള്ള ബാസ് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഇയർഫോൺസ് പോലെ നമുക്ക് ബാസ് എല്ലാ മ്യൂസിക്കിൻ്റെ ത്രൂ ഔട്ട് അടിച്ച് കയറ്റി വിടണമെന്നില്ല. പക്ഷേ ഇതിൽ നമുക്ക് ബാസ് വേണ്ട സ്ഥലത്തൊക്കെ കറക്റ്റായിട്ട് അവർ ആ ഒരു ഫീൽ ഇടുന്നുണ്ട്. അത് ഓവർ പവർ ചെയ്യണില്ല മ്യൂസിക്കിനെ. വോക്കൽസ് എല്ലാം നല്ല ക്രിസ്പായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ വോക്കൽസ് എല്ലാം. ഹൈ ടോൺ ആണെങ്കിലും മിഡ് ടോൺ ആണെങ്കിലും നല്ല രീതിയിലുള്ളൊരു ക്രിസ്റ്റൽ ക്ലിയറിലാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് വേണമെങ്കിൽ ഈ ഒരു ഇയർഫോൺ നമുക്ക് വേണമെങ്കിൽ ഒരു 2000 ബഡ്ജറ്റ് വരെയുള്ള ഇയർഫോൺസിനായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കും. കാരണം ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് അത്രയും നല്ലതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇപ്പം എനിക്കൊരു സ്ഥലത്ത് ഫീൽ കിട്ടിയത് 80% എബവ് നമ്മൾ വോളിയം കൂട്ടുകയാണെങ്കിൽ ഹൈ ട്രബിൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ മേ ബി അത് കുറേ പേർക്ക് ഇഷ്ടമല്ല. എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമാണ്. കുറേ പേർക്കും അത്രയും ഹൈ ട്രബിൾ കാര്യങ്ങൾ ഇഷ്ടമല്ല മ്യൂസിക്കിൽ. സോ അത് പക്ഷേ ഒരു ഇഷ്യൂ ആയിട്ട് ഞാൻ പറയണമെന്നില്ല. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് പ്ലെയറിൽ തന്നെ നിങ്ങൾക്ക് ഈക്വലൈസർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ അതൊരു ബിഗ് ഇഷ്യൂ അല്ല. ഇനി ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് നമുക്ക് വരാം. ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസിലേക്ക് നമുക്ക് വരാം. ഇതിൻ്റെ കോൺസ് ആയിട്ട് എനിക്ക് പറയുകയാണെങ്കിൽ മെയിൻലി ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. ഇത് പെട്ടെന്ന് ടാങ്കിൾഡ് ആവാനുള്ള ഒരു ടൈപ്പിലുള്ള ഒരു ഇയർഫോണാണ്. ഭയങ്കര തിൻ വയേഴ്സാണ് ഇതിനുള്ളത്. ആൻഡ് ഓൾസോ മെയിൻലി ഇതിൽ മൈക്രോഫോൺ ഇല്ലാത്തതാണ് ഇതിൻ്റെ വേറൊരു ഏറ്റവും വലിയൊരു പ്രശ്നം. സോ ഇതിൻ്റെ പ്രോസിലേക്ക് വരികയാണെങ്കിൽ എനിക്കിതിൻ്റെ ഹെഡ് ഭയങ്കരധികം ഇഷ്ടമായി. കാരണം നല്ല ഡീപ്പ് ഫിറ്റാണ്, ഇത് കംഫർട്ട് ഫിറ്റാണ്. ആൻഡ് ഓൾസോ ഇതിൻ്റെ പിൻ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾഡ് പിന്നാണ് ആൻഡ് എനിക്കും ഇതും ഭയങ്കര അധികം ഇഷ്ടമായി.
പിന്നെ ഇയർഫോണിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം സൗണ്ട് ക്വാളിറ്റി ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിക്ക് ഞാൻ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 2.5 ഔട്ട് ഓഫ് 5 ഞാൻ കൊടുക്കുള്ളൂ. ആൻഡ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിക്ക് ഞാൻ ഒരു 4.5 കൊടുക്കും. കാരണം അത്രയും നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ്. ഇത് വീണ്ടും റിപ്പീറ്റ് ആയതുകൊണ്ടിരിക്കുകയാണ്. ബട്ട് അത്രയും നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ആയതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറയണത്. ആൻഡ് യെസ്, ഇത് മെയിൻലി യൂസ്ഫുൾ ആവുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് ലവേഴ്സ്, അതേപോലെ വീഡിയോ കാണുന്ന ആൾക്കാർ, സ്മാർട്ട് ഫോണിൽ വീഡിയോ ഫിലിമൊക്കെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഇയർഫോൺ യൂസ്ഫുൾ ആവും. പിന്നെ ഗെയിമിംഗ് പേർപ്പസിന് ഗെയിമിംഗ് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് പബ്ജി, കോൾ ഓഫ് ഡ്യൂട്ടി പോലത്തെ ഗെയിംസിനൊന്നും ഈ ഒരു ഇയർഫോൺ യൂസ്ഫുൾ ആവില്ല. കാരണം മൈക്രോഫോൺ ഇല്ലാത്തത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. അതർ ദാൻ ദാറ്റ് അടിപൊളി ഇയർഫോൺ. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 750 റുപ്പീസിനാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത്. മേ ബി സംടൈംസ് ഇതിൻ്റെ പ്രൈസിൽ ചേഞ്ചസ് വരാം. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിക്കുക, ഓൾസോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് ഫോർ മോർ കണ്ടൻറ്റ്സ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്, ബൈ.